സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ പെൻഷൻ വിതരണം നടത്തി മുഖം രക്ഷിക്കാനൊരുങ്ങുകയാണ് ധനവകുപ്പ്. ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 15 മുതൽ ആരംഭിക്കാനാണ് ശ്രമം. 7 മാസത്തെ കുടിശ്ശിക നിലനിൽക്കെ 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ നൽകി തെരഞ്ഞെടുപ്പിനുണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു മാർച്ച് 15-ന് വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഉറപ്പ്. മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കുമെന്നാണ് ഉറപ്പ്. വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് സർക്കാരിന്റെ മനംമാറ്റം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പണം വിതരണം ചെയ്യാത്തത് തിരിച്ചടിയുണ്ടാക്കുമെന്ന വിലയിരുത്തലും സർക്കാരിനുണ്ട്. അതേസമയം 7 മാസത്തെ കുടിശ്ശിക നിൽക്കെയാണ് 1 മാസത്തെ പെൻഷൻ നൽകി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാനുള്ള സർക്കാർ ലക്ഷ്യം. ഏപ്രിൽ മുതൽ അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കുകയാണെന്നും മന്ത്രി അറിയിക്കുമ്പോൾ കുടിശ്ശികയുള്ള ബാക്കി പണം എന്ന് ലഭ്യമാക്കുമെന്നതിൽ ധനവകുപ്പിന് ഉത്തരമില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ ധൂർത്ത് തുടരുമ്പോഴാണ് ക്ഷേമ പെൻഷനുകൾ മാത്രം കുടിശ്ശിക വരുത്തുന്ന ഈ നടപടി. ജനം, തിരുവനന്തപുരം.